केरला में ही, केरला स्टेट में बहुत अच्छी चीज है कि सब यहाँ पे कोई कास्ट वास्ट का कोई भेदभाव नहीं है, सब इंसान को इंसान की नजरे से देखते हैं केरला के लोग, इसलिए केरला सबसे बेस्ट। നമസ്കാരം. അടുത്തിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കല്യാണം നടന്നു. അതായത് മധ്യപ്രദേശുകാരിയായ ഒരു മൊണാലിസ, നമുക്കെല്ലാവർക്കും അറിയായിരിക്കും, കുംഭമേളയിൽ മാല വിൽക്കാൻ വന്നിരുന്ന ഒരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി ഏതോ ഒരു യൂട്യൂബ് ചാനലുകാരൻ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇടുകയും ആ കുട്ടിയെപ്പറ്റി 100,000 വർണ്ണനകൾ വരികയും എന്തൊക്കെയാണെങ്കിലും കുറേ സിനിമക്കാരും മറ്റൊക്കെ ആൾക്കാരും എല്ലാം ആ കുട്ടിയെ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് സിനിമയിലും മറ്റു മോഡലിങ്ങും മറ്റു ഉദ്ഘാടനം, നമുക്കറിയാം ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോലും കൂടെ ആ കുട്ടി കോഴിക്കോട് വന്നിരുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി അതുപോലെ തന്നെ ഒരു മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നു. അത് നടത്തിയ കാർമ്മികരാരൊക്കെയാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ CPM-ൻ്റെ സമുന്നതനായ നേതാവ്, CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ CPM-ൻ്റെ രാജ്യസഭാ മെമ്പർ AA റഹീം, ഇവർ 3 പേരുമാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിതിനകത്ത് വലിയൊരു ഗൂഢാലോചന കാണേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന ഒരു സാധു പെൺകുട്ടി, ആ പെൺകുട്ടി ഇവിടെ തിരുവനന്തപുരത്ത് ഏതോ ഷൂട്ടിങ്ങിന് വരുന്നു, അല്ലെങ്കിൽ ഇവിടെ വിസിറ്റിങ്ങിന് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അവരുടെ ബോയ് ഫ്രണ്ട്, അതായത് ഈ മുഹമ്മദ് ഫർമാൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിൽ, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു വലിയൊരു ടീം സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിലുള്ളവർ ഈ കാര്യത്തിനകത്ത് ബന്ധപ്പെടാനായിട്ടില്ല. അതായത് സ്റ്റേറ്റ് സെക്രട്ടറി, ഒരു നമുക്കറിയാം CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മുകളിലൊരു പദവി ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിലുള്ളതുള്ളൂ. സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അതുപോലെ തന്നെ രാജ്യസഭാ അംഗമായ AA റഹീം, കൂടാതെ ഇപ്പോഴത്തെ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 3 പേരും ഇതിനകത്ത് കാർമ്മികത്വം വഹിക്കണമെങ്കിൽ അത് പെട്ടെന്നുണ്ടായൊരു വിഷയമാണെന്നും കൂടെ കണക്ക് കൂട്ടണം. അതായത് ആ കുട്ടിയുടെ സ്വന്തം മാതാപിതാക്കൾ ആ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്ന സമയത്ത് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അവിടെ പോലീസ് ഇടപെടുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഈ കുട്ടി പറയുന്നു, എനിക്ക് മാതാപിതാക്കൾ വേണ്ട, എനിക്കെൻ്റെ പുന്നാര കാമുകൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് ഫർമാനോടൊപ്പം പോകാൻ തീരുമാനിക്കുകയും, അപ്പോൾ ആ കുട്ടിയുടെ പ്രായം പരിശോധിച്ചപ്പോൾ ഇവർ കൊണ്ടുവന്നിരുന്ന ഒരു കൃത്രിമ ആധാർ കാർഡ്, അങ്ങനെ തന്നെ വേണം അതിനെ കാണാനായിട്ട്. കാരണം ആ കുട്ടിക്ക് ആ കുംഭമേളയിൽ ആ പരിപാടികളിലൊക്കെ സംബന്ധിച്ച് ആ കുട്ടി വാർത്തയിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രായം പറഞ്ഞിരുന്നത് 16 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പോൾ 1 വർഷം കസ്റ്റഡി ആയിട്ടുള്ളൂ. ഇപ്പോൾ ആ കുട്ടിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ മധ്യപ്രദേശിൽ നിന്നുള്ള രേഖകൾ വരെ ഇവിടെ പുറം ലോകത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത് 21/1/2009 ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകണമെങ്കിൽ അടുത്ത വർഷം മാത്രമേ 18 വയസ്സ് പൂർത്തിയാവുള്ളൂ. അതായത് 2027 മാത്രമേ 18 വയസ്സ് പൂർത്തിയാവുള്ളൂ. എന്നാൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഹാജരാക്കിയിരിക്കുന്ന ഒരു ആധാർ കാർഡിലെ വയസ്സാണ് ഇവർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഫോർജ് ചെയ്തിരിക്കുന്ന ഒരു ആധാർ കാർഡായിട്ടാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് 1/1/2008 അതായത് ശരിക്കും പറഞ്ഞാൽ ആണ്ട് പറഞ്ഞ 1-ാം തീയതി തന്നെ ആ കുട്ടി ജനിച്ചു എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. ആ ആധാർ കാർഡ് വെച്ചിട്ടാണ് പോലീസ് 18 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നടത്തി കൊടുക്കാനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ മുഖ്യ കാർമ്മികരായിട്ട് ഇവരെ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഏതായാലും മറ്റു വിഭാഗങ്ങളോ അല്ലെ മറ്റ് വ്യക്തികളുമായിട്ടൊന്നും അത്ര വലിയൊരു കോണ്ടാക്റ്റോ സമ്പർക്കമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കുട്ടിയെ വിവാഹം ചെയ്തിരിക്കുന്ന ഈ മുഹമ്മദ് ഫർമാൻ, ആ വ്യക്തി ഏതോ ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു വാക്താവാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ AA റഹീമും ഈ സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദനൊന്നും ആ കല്യാണത്തിനകത്ത് പങ്കെടുക്കില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു കോക്കസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ മുഹമ്മദ് ഫർമാൻ
UP-കാരനായിട്ടാണ് ശരിക്കും അവരുടെ ID പ്രൂഫിൽ കാണുന്നത്. അപ്പോൾ UP-യിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യമായി മുഹമ്മദ് ഫർമാനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുകയുള്ളൂ. അതേ സ്ഥാനത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത്. പരവതാനി വിരിച്ച് ഇവർക്ക് വേണ്ട ഒത്താശയെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം അവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ നിയമ നടപടികളൊക്കെ ആയിട്ട് അതിൻ്റെ കുടുംബക്കാരും മറ്റുള്ളവരൊക്കെ പോയിട്ടുണ്ടെന്നും അറിയുന്നു. എന്തൊക്കെയാണെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ കുട്ടിക്ക് ഒരു പക്വത വരുന്നതിന് മുമ്പ് അതിൻ്റെ പേരൻസിൽ നിന്നും വേറെ പിരിച്ചുകൊണ്ട് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ തലവനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള A.A. റഹീം, ഇവർ 3 പേരും ഇതിനകത്ത് മുൻകൈയെടുത്ത് ഈ വിവാഹം നടത്തിയതിൻ്റെ പിന്നിൽ ഏതോ ഒരു വൻ കോക്കസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും സംശയിച്ച് പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ഭാവി, ആ കുട്ടിയുടെ ജീവിതം, ആ കുട്ടിയുടെ ജീവൻ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുമോ എന്ന് പൊതുസമൂഹം ഇപ്പോൾ സംശയിക്കുന്നു. കാരണം 17 വയസ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പോക്സോ കേസിൽ പ്രതിയാണ് ഈ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ മുഹമ്മദ് ഫർമാൻ എന്ന വ്യക്തി. അതോടൊപ്പം തന്നെ അതിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്ന മന്ത്രി V. ശിവൻകുട്ടിയാണെങ്കിലും ഈ M.V. ഗോവിന്ദനാണെങ്കിലും A.A. റഹീം ആണെങ്കിലും ഇതിനകത്തെല്ലാം സ്വാഭാവികമായിട്ട് ശിക്ഷിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്നുള്ളതിൻ്റെ വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പ്രായപൂർത്തി ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് തർക്കത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. പ്രായപൂർത്തി ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ കുട്ടി എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ഈ രീതിയിലേക്ക് ഒരു ക്രൂര കൃത്യത്തിലേക്ക് നിന്നവണ്ണം ഈ സഹായം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു കൊടും ചതിയായിട്ടാണ് സ്വാഭാവികമായിട്ട് സാമാന്യ ബോധമുള്ള മനുഷ്യ സമൂഹത്തിന് തോന്നുന്നത്. കാരണം ഇതൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ സർക്കാർ പ്രതിനിധികളായിരുന്നുകൊണ്ടുള്ള മന്ത്രിമാർക്കും അല്ലെങ്കിൽ MP-ക്കും അതും അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിക്കുമുള്ള കടമകൾ വേറെ എല്ലാം കാര്യങ്ങളിൽ 100,000 കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അനേകം വേദനകളുണ്ട്. ആ കാര്യത്തിനകത്തൊന്നും കാര്യമായിട്ടൊന്നും ഇടപെടാൻ സാധിക്കാത്ത ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് വന്ന ഈ ഒരു പെൺകുട്ടിക്കും UP-യിൽ നിന്ന് വന്ന ഈ മുഹമ്മദ് ഫർമാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അവർക്കിങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അപമാനമാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ തേടിപ്പിടിച്ച് വരുന്നവർക്ക് ഇവിടെ പരവതാനി വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം ആ കുട്ടിയുടെ ഭാവി ഇനി എന്താകും എന്നുള്ളതിനെപ്പറ്റി ആരും ഒന്നും ചർച്ച ചെയ്യില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ എല്ലാവരും പൊക്കിപ്പിടിക്കും. അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതം ഇരുളടഞ്ഞു കഴിയുമ്പോൾ അതൊരിക്കലും ഒരു വാർത്താ മാധ്യമങ്ങളിൽ പോലും വരില്ല. അങ്ങനെ ഒരു കുട്ടി ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ട് പോലും ആരും റിപ്പോർട്ട് ചെയ്യുക പോലുമില്ല. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് ഇവരുടെ ഈ ഇൻവോൾവ്മെൻറ്റ്, അതായത് മന്ത്രി V. ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ്റെയും അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമായിട്ടുള്ള A.A. റഹീമിൻ്റെയും ഈ 3 പേരുടെയും ഇൻവോൾവ്മെൻറ്റ്, ഈ ഒരു വിവാഹ കാർമ്മികത്വത്തിനകത്ത് വന്നിരിക്കുന്ന ഇൻവോൾവ്മെൻറ്റ് വളരെ സംശയാസ്പദമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ ഒരു കോക്കസ് ഏതാണെങ്കിലും അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനകത്ത് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയാനുള്ളത് ഇതിന് സെൻട്രൽ ഗവൺമെൻറ്റെങ്കിലും ഈ കാര്യത്തിനകത്ത് ശക്തമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് മറ്റേതെങ്കിലും ഒരു തീവ്രവാദ ബന്ധം ഇതിനകത്തുണ്ടോ എന്ന് പോലും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മുഹമ്മദ് ഫർമാൻ UP-യിൽ നിന്നും ഇവിടെ വന്ന് ഈ വിവാഹം നടത്തണം എന്നുണ്ടെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. UP-യിലായിരുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ മുഹമ്മദ് ഫർമാനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുകയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നിക്കുന്നത്. അതേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുസമൂഹവും നീതി ന്യായ വ്യവസ്ഥകളും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് ശക്തമായൊരു നിലപാട് എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.